ഈ 60 FPS കളിക്കാൻ പറ്റുന്ന ഒരു അതായിരുന്നു പോക്കോ എഫർട്ട്. അത് മേടിക്കാനാണ് ആദ്യം കുറെ നടന്നത്. ആ സമയത്താണ് രഞ്ജിത് ചേട്ടൻ ഈ ഫോൺ മേടിച്ചു തരുന്നത് നമുക്ക്. അതൊക്കെ ഒരു സമയം ഞാൻ കയറുന്നപ്പോ അണ്ണനാണ് ഈ പറഞ്ഞ നമുക്ക് ഐഫോൺ എടുത്ത് തരാന്നറാ. വെള്ളത്തിൽ പറഞ്ഞൊന്നും അറിയത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളെ കാണണ്, അതും ബാറിൽ വെച്ച്. അവിടെ ചെന്നപ്പോ പുള്ളി 2 പെഗ് ഒഴിച്ച് വന്നിട്ട് എടുത്ത് പറയുക പോലെ നിങ്ങൾക്ക് 4 പേർക്ക് നാളെ ഐഫോൺ കിട്ടുമെന്ന്. ഞാൻ എന്ത് പറയണം? ഞാൻ എന്താ പറയട്ടെ? കാര്യം പറയട്ടെ, നീ ഞെട്ടിയ ഒരു കാര്യം പറയാം. വിവോ V5s ഇല്ലേ, എന്റെ അപ്പൻ യൂസ് ചെയ്യണം ഇപ്പൊ. അതിന് എത്ര വർഷം പഴക്കമുണ്ട് നീ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. 9-10 വർഷം ഉണ്ടാവും. നീ എത്ര ഫോൺ വാങ്ങിച്ചറാ? നിനക്ക് നാണം ഉണ്ട് അങ്ങനെ പറയാൻ? അത് ഞാൻ കയ്യിൽ വെച്ചിരുന്ന ഫോൺ. ഇത്ര കാര്യം ഡ്രോണൊക്കെ മേടിച്ച സമയത്ത് അച്ഛനൊരു ഫോൺ. അത് ഭയങ്കര മോശമാണ്. ഭയങ്കര മോശമാണ് ചന്ദ്ര. ഇവിടെ പോയത് ബാലിയില്ല. അച്ഛന് 10 വർഷം മുമ്പത്തെ ഫോണാണ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. നീ ഇപ്പൊ മറ്റേ നീ ഇപ്പൊ ഇതെല്ലാം മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച ആ സമയത്ത് അച്ഛനൊരു ഫോൺ മേടിച്ചു. എന്താ ചന്ദ്ര ഇതൊക്കെ എന്താ പഠിക്കണേ? ഗോകു നമ്മളെ ചെട്ടിക്കാൻ വന്ന ഇവരിപ്പോ ശരിക്കും ഫോൺ അമ്മ എടുത്ത് കൊടുത്ത. വെരി ബാഡ് എന്താ പട്ടി അടിച്ചാ ഗോകു? എടാ നമ്മുടെ ഗ്യാങ് വണ്ടിയാണോടാ അത്? എടാ അത് ഏത് വണ്ടി ഏതാന്ന് പറഞ്ഞ എന്റെ അടുത്ത്? ഇപ്പൊ ഞാൻ വാങ്ങിച്ച ഏത് വണ്ടിയാണ്? മറ്റുള്ള ബേക്ക് മറ്റേ ഇതുള്ള ഒരു ഇതുണ്ടല്ലോ, സ്പോയിലർ. എടാ വണ്ടി പറഞ്ഞടാ, വണ്ടി ഏതാന്ന് പറഞ്ഞടാ. അല്ലെ ടൊയോട്ടയുടെ ഒരു മറ്റേ സ്പോയിലർ ഉള്ള ഒരു കാറില്ലേ? പെയിന്റ് അടിക്ക് മുന്നേ ഉണ്ടാവില്ല, അതിന്റെ പേരുണ്ടാവില്ല. ഓപ്പൺ ആവത്തെ ടക്കോമയാണോ? ഞാൻ കുറച്ച് ഇറങ്ങിയിരിക്കണം. സ്പോയിലർ ഉള്ള ഒരു ജീപ്പില്ലേ മറ്റേ ഇത്? ടൊയോട്ട ടക്കോമ. സ്പോയിലർ ഉള്ളതല്ല, സ്പോയിലർ കാണിക്കുന്നില്ല ടക്കോമയ്ക്ക്. ടക്കോമ TRD Pro ആണോ? റണ്ണറാണോ? അതെന്റെ ഉണ്ടെന്ന് തോന്നുന്നു കാർ ഓൾറെഡി. വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. അതില് ലിവർ ഉണ്ട്. നിന്റെ കാർ ചേഞ്ച് കാർ അളിയ ടൊയോട്ട ടക്കോമ TRD പെർഫോമൻസ്. ഇതാണോ എന്താ ഇവ ആരാ? ഇവെന്ത് പറയണേ? എങ്ങോട്ട്? ഇതില് ലിവറി അടിക്കുന്നത് എങ്ങനെയാടാ? അത് ഫാസ്റ്റ് ട്രാവൽ ചെയ്യണോ? അങ്ങോട്ട് പോയി ട്രാവൽ ചെയ്താണോ ചെയ്യണേ? ബൈ യൂസ്ഡ് ബൈ ന്യൂ ആൻഡ് അതല്ലേ? അതില് എന്താ ചെയ്യണ്ട? ഓട്ടോ അല്ല, കാർ ഡിസൈൻ ആൻഡ് പെയിന്റ്സ്. അതില് സെർച്ച് ആണോ? ഫൈൻഡ് ന്യൂ ഡിസൈൻസ്. ഡിസ്ക്രിപ്ഷൻ TV എന്നടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ അതേത് പയ്യനാ ഉണ്ടാക്കിയത്? പേരെന്തിനാ? വന്ന് മിസ്റ്റർ ക്രോണോസ്. മിസ്റ്റർ ക്രോണോസ്, താങ്ക് യു സോ മച്ച് ടാ. എന്റെ അമ്മോ എന്ത് ഡീറ്റെയിലിംഗ് ഇതിന്. ഇവ ആരാണ് സംസാരിക്കുന്നത്? എന്റെ അമ്മോ ഇത് എന്ത് കിടലോടാ ഇത്.
നീ എന്തിനാളിയാ പറഞ്ഞോണ്ടിരിക്കും വന്നാണ് അളിയ നീ അതൊന്ന് കണ്ടു നോക്കടാ. ടിവിയുടെ ലിവർ ചെയ്തേക്കുന്നടാ ഇതിനകത്ത്. കണ്ട്, നീ അതൊന്ന് കണ്ട്, കണ്ടു. കണ്ട്. നിനക്ക് എന്തേലും അറിയാവോ? എവിടെ കാണിച്ച അല്ലടേ പോടാ. കാണിച്ച 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 എടാ, നീ ആ വണ്ടി മേടിക്കടാ അതിനകത്ത് ഗെയിമിനകത്ത് കേറിയിട്ട്. കാണിച്ച അതാണ് ഗോകുന്റെ ലൈവ് നോക്ക്. ഗോകുന്റെ ലൈവ് ഒന്ന് കാണിച്ചു കൊടുത്തതാ. തക്കോമ എടുത്ത് നോക്കിയാൽ ഞാൻ കാണിച്ചു തരൂല അളിയാ. അതെ നീ ലോഡ് ആവുന്നല്ലേ കിക്ക് എന്തോ ബഗ്ഗുണ്ട്. ട്യൂണിങ് സെറ്റപ്പ് അല്ലേ? ഞാൻ ആ വണ്ടി ഒരു കിടുക്കാച്ചി ട്യൂണിലേക്ക് മാറ്റാൻ പോണം. അളിയാ ഇത് കൊള്ളാം നൈസ്. കണ്ണാപ്പി ഗെയിമിംഗ് താങ്ക് യു സോ ഫോർ ദ 500 കിക്ക് പോയിന്റ്സ് വിത്ത് ലവ്. താടി കണ്ണാപ്പി ഗെയിമിംഗ് താങ്ക് യു സോ മച്ച്. അബി അണ്ണ ഒരു ഉമ്മ തരുന്നു. എടാ അതല്ല എടാ അവ ചെറുക്ക ഒരു സാധനം നീ എടുത്തു വന്നിട്ട് നീ വല്ലപ്പോഴെങ്കിലും അത് തൊടുന്നുണ്ടാ? ഇന്ന് നമ്മള് വിളിച്ചോണ്ടല്ലേ നീ തൊട്ടത്? നീ എന്താ ഉദ്ദേശിച്ചത്? എന്താടേ പറയണേ? ഒരാൾ ഇത് കണ്ണടച്ചിട്ട് കേൾക്കാന്ന് വിചാരിച്ചോ? സത്യമല്ലേ? അത് ശരിയാ, അത് ശരിയാ. കണ്ണടച്ച് കേട്ട ഒരാളൊരു സാധനം എടുത്ത് തന്നിട്ട് എന്താ അതിൽ തൊടാത്തത്? ആ തൊടാത്തേന്ന് പറഞ്ഞാൽ മോഡുലേഷൻ കൂടി ഉണ്ടായത്. അത് ചന്ദ്രനും കൂടെ ആയപ്പോഴേ അത് ഡബിളായി. നീയാണെങ്കിൽ പിന്നെ അത് പിന്നെ പറയണ്ട അങ്ങനെ. ഞാനല്ലോ അതെ ഇവ നന്നായിട്ട് ഓടിക്കുന്ന കേട്ടോ. ഞാൻ ഇല്ല ഇതില് ഇവിടെ എല്ലാരും നന്നായിട്ട് ഓടിക്കും. നീ മാത്രമാണ് ഇത് എടുത്തിട്ട് നീ ആ വഴിക്ക് പോയി ബോട്ട് പൊട്ടിയായി ഇരിക്കുന്നത്. ഗോകു നീ എന്താ സ്റ്റിയറിംഗ് കടിക്കാൻ എങ്ങനെ ഇരിക്കണേ? കടിക്കോ? അവൻ എങ്ങനെ ഇരുന്നാലും അവന്റെ 7 അയലത്തെത്താൻ പോലും പറ്റില്ല ചന്ദ്ര നിനക്ക്. അവന്റെ കുടുക്കി പിടിക്കും. അതെ അല്ല പറഞ്ഞാലും നീ നാണം കിടത്തുള്ളൂ ചന്ദ്ര. പറഞ്ഞാലും നാണം കിടത്തുള്ളൂ. ഒന്നും പറയാതിരിക്കുന്നത് നല്ല വാപത്തിക്കോ. അതെ നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിക്കാം. മറുപടി തരാവുന്ന പ്രവൃത്തിയിലൂടെ. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ലൈവ് ഇട്ടിട്ട് ആടി ചവയ്ക്കുന്ന പോലെ അടുത്ത മീലിരുന്ന് ചവയ്ക്കും. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. നീ AJPയുടെ കടപ്പെട്ടത് പ്ലക്കനാറിന്റെ റീൽ ഉണ്ടായിരുന്ന പുതിയ. നീ അതൊക്കെ കണ്ടിരിക്കുക. അതാണ് നല്ലത്. നീ ഇത് കളിക്കുന്നതിൽ നല്ലതാണ്. അളിയ നീ ഒന്ന് വരുമോ ഗെയിമിനകത്ത്? ഇവനൊന്ന് ഇൻവൈറ്റ് ഇട്ടിടായിരുന്നു. ഇത്ര ഇരുട്ടെന്താ അളിയാ? അത് ചെയ്ത ക്രോണോസോ? ഓ അളിയാ ഇത് ഇതുണ്ടായിരുന്നു കേട്ടാ. കോച്ച് ഇവിടെ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി? കോച്ചിന് വന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. കോച്ച് വിഷയ കോച്ച് മറ്റേ പബ്ജി ടീമിന്റെ കൂടെ അല്ല എന്നോട് ഇപ്പൊ വരാന്ന് പറഞ്ഞു. അല്ല അവര് ആ VC ഇരിക്കുന്നു ലൈനപ്പിന്റെ കൂടെ ഇരിക്കുക. ബ്രോ മോർ ദാൻ 1 hour ആയോ? അയ്യോ സോറി സോറി. അതിനൊരു പ്രശ്നം കളിയാ. എനിക്ക് 5 മിനിറ്റ് ഗ്യാപ്പ് വേണം. കിക്കിന് ഓണർ ആയിരുന്നു. ഹലോ സോറി ഒന്നും ചെയ്യാതിരുന്നു. ഈ ഷൊട്ടാളെയൊക്കെ കേട്ടണ്ടേ? സമയം വേണ്ടേ? നീ അവന്റെ അടുത്ത് പോയി തരുവിളി. ഗൂഗിൾ ലൈവ് ഇട്ടെ. ഈ ലൈവ് ഇട്ടെ. ഈ ലൈവ് ഇട്ടെ. ഈ ലൈവ് ഇട്ടെ. ലൈവ് ഇട്. എന്തിനാ? നിന്റെ കളിയാണ്. എന്റെ ഡ്രൈവിംഗ് കുറച്ച് സീൻ കളിയാ. നിന്നെ കൊണ്ട് അത് താങ്ങൂല്ല. അത് കണ്ടു കഴിഞ്ഞാൽ കാണിക്കുന്നു. ഞാൻ AFK ആവും ഒരു 5 മിനിറ്റ്. നിങ്ങളുടെയാണോ? എന്റെ ഇത് കണ്ടു കഴിഞ്ഞാ അവര് എടാ അളിയ ഞാൻ മറ്റേ സിമുലേറ്റർ പീസിൽ ഏതാ കീബോർഡ് എടുക്കുന്ന അത്ര എളുപ്പമല്ല. ഞാൻ വണ്ടി ഓടിക്കുന്ന കണ്ടാൽ നിങ്ങൾ ഡ്രീമറിന്റെ POV കാണാൻ നിൽക്കത്തില്ല. പിന്നെ അതാണ് പ്രശ്നം. ഞാൻ അതുകൊണ്ട് നിർത്തിയിടാം. ഞാൻ സംസാരിക്കാം നിങ്ങളോട്. എന്റെ കുറച്ച് അവൻ ഓടിക്കുന്നതും ഞാൻ ഓടിക്കുന്നതും ഒരുപോലെ അല്ല. അതാണ് മലപ്പുറം കറണ്ട് പോയി. ഓ
കൺഗ്രാജുലേഷൻസ്. സുഭാഷ് അണ്ണാ, നജീദിന്റെ വീട്ടില് കറണ്ട് പോയി മലപ്പുറം. ഇപ്പൊ റെഡി ആവണം. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോയാൽ പോയാൽ ചെറുക്കിന് കാണാൻ പറ്റില്ല. നജീദ്, ആ നജീദ്, എടുത്താ ഓ ആ വളവിലുള്ള അത് തരാം. ആ നീലോട് ആ ഇപ്പൊ സെറ്റ് ആകും. അജീതേ, ഇപ്പൊ കറണ്ട് വരും. ഇല്ലെങ്കിൽ നിന്റെ ഡാം കൊണ്ടുവയ്ക്കും നിന്റെ വീട്ടിനടുത്ത്. നിങ്ങളെ വേറൊരു വഴി കാണിച്ചു കൊട്ടാരക്കര പോയാ പറയട്ടെ, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യില്ലാതെ. താങ്ക്സ് മാറ്റണ്ട, അത്ര ഉള്ള നജീദേ. ആ ഡീമത്തി നോക്കൂ, കളിക്കുന്ന വീഡിയോ സെറ്റാണ്, ഗിയർ ഇടുന്ന. നീ എന്തിന്റെ കാര്യം പറയണ? സ്ട്രീമർ ലൈവ് മ്യൂട്ടാണ്. സൂപ്പർ, ബുദ്ധിയുള്ളവൻ. അത് അങ്ങനെ ഒരു മന്ദ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് കാണാൻ വേണ്ടി പറഞ്ഞിട്ട് പോയല്ലേ. സൂപ്പർ. സോറി ഒരു തമാശക്ക് ഞാൻ കാണിച്ചു കൂട്ടിയതാ. നിങ്ങളൊക്കെ വീട്ടിൽ പടക്കം കാണാം. പയ്യെ വരും ആഷ് ബൂട്ടൽ. ചന്ദ്രന്റെ വോയിസ് ലീക്ക് ആയ. സൂപ്പർ. ചെറുക്കന്റെ കാര്യം പത്തനംതിട്ട കറണ്ട് പോയെങ്കിൽ മറ്റേ മെഴുകും കുത്തി അവിടെ രീതി. അല്ലെ നീ ഡിസ്കോഡ് മ്യൂട്ട് ആക്കിയിട്ട് നിന്റെ മൈക്ക് ഓൺ ആക്കി വെച്ചേക്കുക. മോനെ ലാലേട്ടനാണ് പൂജപ്പുര കറണ്ടില്ല. മോഹൻലാൽ 1. ഓ എല്ലാം വണ്ടിയിൽ തട്ടി. എടാ അവൻ OBS മ്യൂട്ട് വെച്ചിട്ടാണോ പോയത്? ആ എന്നിട്ട് മൈക്ക് ഓൺ ആക്കി വെച്ചിട്ട് പോയി. അവടെ പറഞ്ഞ എല്ലാം കേട്ട്. മാസം പ്രോമിസ് തന്ന് പറ്റിച്ചെന്നാ. എന്തൊരു പ്രോമിസ്? ഓ RDR വരാന്ന് പറഞ്ഞു. എടാ അത് ഇത് ഇഷ്യൂ എല്ലാം ആകെ മൈൻഡ് ഫക്ക് ആയടാ, അതുകൊണ്ടാ അത് മര്യാദ കളിച്ചില്ല. ശരിയാവും. സത്യം പറഞ്ഞ അവൻ ഉച്ചക്ക് നമ്മള് സത്യം പറഞ്ഞ ഇത് RDR ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇരുന്നതാ. ഞാൻ എല്ലാം ഇൻസ്റ്റാൾ ഒക്കെ ചെയ്തെല്ലാം ചെയ്ത്. അപ്പോഴാണ് വ്ളോഗ് അപ്ലോഡ് ആവാത്തതിന്റെ ഇതില് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഈ സാധനം വരുന്നത്. ഇന്നലത്തെ ഏതൊരു പെണ്ണിനെ ഹലോ തലവെട്ടി കളഞ്ഞു. ഈകളെ നമ്മളില് മറ്റേ TJയിലെ സ്മോക്ഡ് പാപ്സ് എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. നമ്മളിവിടെ അറിയാൻ കളിക്കുന്നേ. ഇന്നലെ നോക്കിയപ്പോ 3 പെണ്ണുങ്ങൾ അവനെ എടുത്തിട്ട് അറിഞ്ഞിടുന്ന് വെടിവെച്ച് തലയൊക്കെ പൊട്ടിച്ചട്ടാ. നമ്മളെന്ത് രക്ഷ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പെണ്ണിട്ട് ചോദിച്ച് നീ എന്തിനാ നമ്മളെ ചെറുക്കനെ കൊന്നത്, എന്തൊരു പ്രശ്നം? അപ്പൊ പറയാ നമ്മളെ പിറകെ നടന്ന് ശല്യം ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ശല്യം ചെയ്തേ? ഇത് പറഞ്ഞു. അപ്പൊ നമ്മള് ചോദിച്ചു എന്തിനാ പറഞ്ഞേ? നമ്മളെ പിറകെ നടന്ന് ഹായ് സെക്സി ലേഡി എടുത്തിട്ട് പഞ്ഞിക്കിട്ടാ 3 പെണ്ണുങ്ങള്. ഞാനൊന്ന് ആദ്യം കയറിപ്പോ എന്നെ ഒരു പെണ്ണല്ലേ ആദ്യം അടിച്ചത്, മോന്തക്കിട്ട് ഞാൻ കയറി പിടിച്ചെന്നും പറഞ്ഞു. വട്ടം മാറി അമ്മക്ക് അവളെ കയറി പിടിച്ചു. അവളെന്റെ മോന്തക്ക് അടിച്ച് താഴെയിട്ട് എല്ലാം
അമ്പത്തൂര് ആദ്യം പോയി കയറിയപ്പോ തന്നെ പെണ്ണിന്റെ അടി വാങ്ങിച്ചെട്ടി പെണ്ണ് കയറി കെട്ടിയിട്ട് അത് ചോദിക്കാൻ പോയ രായനെ എടുത്തിട്ട് പണ്ണിയ ഞാൻ രായൻ ബെല്ലാരി രായൻ അതിന് പറഞ്ഞോണ്ട് ഒറ്റ അടിച്ചേക്കലത്തിന്. അതേ ഞാൻ ഇന്നാളൊരു ദിവസം കേറിയേ ഏതൊരു പെണ്ണെടുത്ത് സംസാരിച്ച് വന്നപ്പോ അവന്റെ ഒരു ബോയ് ഫ്രണ്ട് താനോസിന് സൈസ് ഉള്ളിടത്ത് ഇറങ്ങി വന്നു. ഞാൻ ഓടി ജീവനും കൊണ്ട്. അതല്ല ഇന്നലെ ഗോകുവേ ആളില്ലാത്ത ബാറിലേക്ക് കയറിയിട്ട് ഉടുപ്പെല്ലാം ഒരു ഡാൻസ് എല്ലാം കളിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അവന്മാർക്ക് എല്ലാവർക്കും സെക്യൂരിറ്റി പണി. പെട്ടെന്ന് പെട്ടി ഒട്ടായി കൊണ്ട് വന്നു. ഒരു നമുക്കൊരു വാമ്പ വെച്ചിട്ടാലോ 410 ക്രൂസ് ചെയ്യാം. 400 ലെജൻഡ് ലെജൻഡ്. ഹലോ 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 അടിപൊളി ലെജൻഡായി ഇപ്പൊ. അടിയാ പറയടാ. വാമ്പാച്ചടാ. ടോപ്പ് മാച്ച് വാമപ്പ്. കോപ്പിടട്ടെ. വാമപ്പ് മാച്ച് നമ്മുടെ സ്ഥിര വണ്ടി എടുക്കാം. ലെജൻഡ് മൂഞ്ചി എന്നോ? എടാ നീ കണ്ടോ? നീ എന്റെ കളി കണ്ടോ? നീ ഇപ്പൊ കണ്ടോ എന്റെ കളി? ഞാൻ കുറച്ചധികം കേട്ടോ. ഞാൻ കുറച്ചധികം വിഷയമായിരിക്കുന്നു. നിന്നെ ഇടിച്ച് നിന്നെ അല്ല ഗോകുവിനെ. ഹലോ ഹലോ ഹലോ. അപ്പൊ ഞങ്ങളൊരു മാച്ച് കളിക്കോ? വാ തുടങ്ങിപ്പോയി. എനിക്ക് സ്ലീവ്ലെസ് പറ്റുള്ളൂ മനസ്സിലായോ? ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുക. ഇത്രയും നേരം കോച്ചിനെയൊക്കെ പുതിയ സ്കോർസ് ഒക്കെ വന്നെന്ന് പറഞ്ഞു. എന്തൊക്കെയാ? ഫസ്റ്റ് അടിച്ച 3, ഫസ്റ്റ് അടിച്ച 3 പോയിന്റ്, സെക്കൻഡ് അടിച്ച 2 പോയിന്റ്, തേർഡ് അടിച്ച 1 പോയിന്റ്. കളി കഴിയുമ്പോ ഡീമനോട് പറയുവാ. ഓക്കെ ഓക്കെ സോറി സോറി ഈ ഗെയിംസ് ഓൺലൈൻ കേട്ടില്ല. സോറി സോറി. യെസ് ഇത് വാപ്പാണ് വാപ്പാണ്. വാം അപ്പ് മാച്ച് ഗയ്സ്. നിങ്ങൾ ഈ ബോസ്റ്റണിന്റെ ലൈവ് കാണുന്ന ആൾക്കാരൊക്കെ ദയവേത് എന്റെ ഫാൻ ആവല്ലേ എന്റെ. കാരണം പിന്നെ ഇന്നലെ ഇത് ഒരു വാക്ക് ഈഗിളിന് മാത്രം ലിവർ വരുള്ളൂ. ഇതൊരു പയ്യൻ ചെയ്താ. പേരെന്താ പേര്? അറിയത്തില്ല. ഗോകു ധാരണ ചെയ്തേ ടിവിന്റെ ക്രോണോസ് താനോസ് പോലൊരു പേരല്ലേ? താനോസ്, മിസ്റ്റർ താനോസ്. ഇപ്പം ഒരു 2-3 വീഡിയോ മിക്കവാറും ഇപ്പൊ വന്നതാണ്. ടിവിയുടെ ഗ്യാങ് വണ്ടി എന്താണ് ഫോർസിൽ വന്നപ്പോൾ. അതെ അതെ വന്നോ? സൂപ്പർ. പിന്നെ ഇത്ര നേരത്തിൽ പറഞ്ഞത് ഗോകു നീ ഇന്നലെ ത്യാഗം ചെയ്തില്ലേ? സംഭവം എന്താണെന്നറിയാമോ? ഞാൻ ഈ ജയിച്ചു കഴിഞ്ഞിട്ട് അവന് കാർ ഓടിക്കാൻ കൊടുക്കാന്നുള്ളത് വെച്ചിട്ടാണ് അവൻ പറഞ്ഞത്. അല്ലാതെ അവൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. ഞാൻ ജയിച്ചുള്ള സന്തോഷം കൊണ്ടൊന്നും അല്ല. അല്ല അവന് ഞാൻ ജയിച്ചിട്ട് മാറിയിട്ടേ അവനെ ഓടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പൊ പറയാൻ വന്നേ. പിള്ളേരെല്ലാം അവരെല്ലാം മറ്റേ മോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കായിരുന്നു. ഒരു ജയിക്കുന്നത് കാണാൻ വേണ്ടി മോൻ കാത്തിരിക്കുന്നത് എന്ത് കൂട്ടാന്നൊക്കെ പറഞ്ഞപ്പോ തൊലച്ചില്ലേ നിങ്ങള്? അതെല്ലാം പോടാ. ഇത് വണ്ടി ഈകളെ എന്താടാ നല്ല
ഈകളെ എടാ നീ ഒന്ന് ഞാനേ, അപ്ഡേറ്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാ- വരുവോ അല്ലയോ? ലാസ്റ്റ് ജസ്റ്റ് പോയിട്ട് 10%. അവിടെ എവിടെയെങ്കിലും ഇടിച്ച് എന്തിനാണ് ഇത് കാണിക്കാന്ന് വെച്ചാൽ അപ്പോഴേക്കും അണ്ണൻ വന്ന് നിന്നെ ഇടിച്ച് തള്ളി പിന്നെ ഞാൻ അതിലേക്ക് നിന്നിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരു ചെറിയ റേസ് പോയ സെറ്റ് എന്ന് വിചാരിക്കുന്നു അളിയാ പെട്ടെന്ന് തീരും. ഇതിപ്പം അടുത്ത ഫ്രാൻസിന്റെ കളി ഇപ്പൊ തുടങ്ങും കുറെ നേരമായി. എന്നാലും ഗോക്കു നിങ്ങള് ഇത് പറയാ എടാ പോടാ നീ ഒന്നും കളിക്കണ്ട നീ ഒന്ന് പോ. ഒരു റേസ് എന്നാലും ഗോക്കു നിങ്ങള് ടോട്ടലി 2 ടഫ് ടീമിന്റെ കൂടെ തന്നെ കളിക്കാൻ പോകും. വേണ്ട നമുക്ക് കിട്ടും ബൈക്ക് കിട്ടും. ശരി അതാണ് നിങ്ങളെ തോപ്പിക്കാൻ പറ്റത്തില്ലടാ. രഘുലേ ഇനി നീ സംസാരിച്ച 10,000 രൂപ ഇപ്പൊ ഇടണം. ഇപ്പൊ ഇടണം സംസാരിക്കണം. മൈ ബാഡ് ഒന്നും മിണ്ടാതെ വാപത്തി പോ അഭിപ്രായ സ്വാതന്ത്ര്യം കഴിഞ്ഞു. ഇനി 5 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ട് ആളില്ലല്ലോ. കാന്ത് ഫെസ്റ്റിവൽ സിറ്റിയിലെ ഒരു ഹിറ്റ്മാൻ നമ്മുടെ ഡീമനാണോ പേര് മാറ്റി വന്നതാണോ? ഹിറ്റ്മാനാ? ഹിറ്റ്മാൻ ബൈ റെക്കമെൻഡഡ് കാർ. ഇത് കളിക്കുക റെക്കമെൻഡഡ് കാർ. വണ്ടി മാറ്റടാ. ഞാൻ ഒരു കിടിലൻ കാർ ഇട്ട് തരാവേ. പക്ഷെ 60 കിലോമീറ്റർ ഉണ്ട്. ഈ ചെറിയ കാർ തീർക്കത്തില്ല. ഇട്ടോളിയാ 60 കിലോമീറ്റർ ഉണ്ട്. അവരാധം കാറൊക്കെ ചെറിയ മാപ്പ് ചെയ്യണേ. ആ സ്ക്രീൻഷോട്ട് തമിഴിലാക്കാനാണോ? കളിയ റാലി തുടങ്ങണോ നോർമൽ റേസിൽ തുടങ്ങണോ? പറ. റാലിയിൽ തുടങ്ങാം. ഓക്കെ റാലി എങ്കിൽ റാലി. ഇത് കളിയാ ഇത് എല്ലാം റേസ് കാറാണ് ഇരിക്കുന്നത്. ഓക്കെ അല്ലെ ഞാൻ ഒരു തമിഴിൽ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പിള്ളേർക്ക്. അടിച്ചോ ഇത് എടാ കയ്യേ അങ്ങോട്ട് വിളിച്ചിട്ടല്ലോ ഓൾറെഡി. കിട്ടും കൈ. ഒയ്യോട്ടെ ഇതാണ് ഈ കുറച്ച് എക്സ്ട്രാ വളയും. മൊത്തത്തിൽ ശോകമാണ്. എക്സലൻസ് പോയി. കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾമോസ്റ്റ് പൊട്ടി. ബാക്കി പ്ലേയേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയി ഫ്രം KBFC എല്ലാം കൊണ്ട്. അയ്യോ അതിന് ഇത്ര നേരം ചേട്ടൻ നമ്മളിവിടെ സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ എന്താ ചേട്ടൻ വിചാരിച്ചേ? അല്ല എനിക്ക് ഞാൻ ഫുള്ള് ഫോളോ ചെയ്യാതിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ കത്തുള്ളൂ. എനിക്ക് പറഞ്ഞാ ബാക്കി എന്തോ വീണ്ടും സംസാരിച്ച ശോകം ചേട്ടൻ. ഉള്ള സമയത്ത് ജോലിയും ചെയ്യണം, നിങ്ങളുടെ മോശം കളിക്കണം, എല്ലാം ചെയ്യണ്ടേ. പിന്നെ സംസാരിക്കട്ടെ. അതിപ്പോ പറഞ്ഞു തീർത്താ വീണ്ടും വീണ്ടും ലൂപ്പായി സംസാരിച്ചോണ്ടിരിക്കണം. എന്നാ വേണ്ട പോട്ടെ. അല്ല എല്ലാം പറയണം. ഒരു ഇതിന്റെ പേര് പറയുമ്പോ എല്ലാം പറയണം, അല്ലെങ്കിൽ ഇപ്പൊ നാളെ വരും. എല്ലാം പറഞ്ഞണം, ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ വരും പിന്നീട് ആൾക്കാര്. ഗോകു നാക്കൊന്ന് മൂക്കി തട്ടിച്ചേ. നാക്ക് മൂക്കി തട്ടിച്ചേ. നാക്ക് പറ്റുന്നില്ല. വലിച്ചങ്ങ് ഒട്ടിക്ക്. ആ വന്ന് സൂപ്പർ. ഹലോ സ്റ്റാർട്ടില്ലേ? എനിക്ക് 99 ആയി. നിനക്ക് എന്ത് ചൂപ്പാ അല്ല അവൻ ഗെയിം ഒക്കെ ഓണാക്കട്ടെ. അതൊരു ചുമ്മാ ഓടി. അവൻ ഗെയിം ഒക്കെ അതൊരു ചുമ്മാ അടി. അതന്നെ സെറ്റ്. അവന്റെ ഗെയിം ഓണാ അവന്റെ ഗെയിം ഓണാ. എന്നാ ഇറങ്ങി இறங்கி கோச் கிலோ கோச் 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 இவன் மட்டும் போனா போதும்டா மத்த எல்லாரும் ഓക്കെ കോച്ച് ഓക്കെ കോച്ച് ഇടിച്ചോണ്ടിരിക്കുന്നത് ഗോകു കുറച്ച് ഫ്രണ്ടിലോട് ഒരു താവനം കയറ്റി വിട്. അത് ബോട്ടടിയാ. എന്നെ അടിച്ച് മറ്റേ ലവൻ ബോബിനെ അവൻ വിഷയമാണല്ലോ നിർത്തി വിട്ടിരുന്നാലും ഇടിക്കും. എന്നെ ഇടിച്ച് മൂലം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കോച്ച് ഫസ്റ്റായി. ഞാൻ വന്നേ ഈകളെ കോച്ച് അവിടെ മറിഞ്ഞു കേട്ടാ. ഒറ്റയടിക്ക് 7 ആയി.
ആ രഘുലോന്നാ അപ്പൊ എനിക്കൊരു കോമ്പറ്റീഷനായി. എന്തോന്നു നീ നിനക്ക് ഒരു ഇത് തരാം, രഘുലിനെ തോപ്പിക്ക്. എന്താ പറയും ചൂപ്പ നീ? അവൻ എനിക്കൊരു അത് ആരെന്ന് ഇപ്പം കാണും, നീയാ ഞാനാണ്? ഇവിടെ നീ കേറിയാടാ രഘുലെ? എന്റെ ഇവനൊന്ന് ഇൻവൈറ്റ് ഇട്ടാടാ ഡ്രീമറിനെ. എല്ലാവർക്കും ഇൻവൈറ്റ് ഇട്ടു. ഇനി ആ റേസ് കണ്ടുപിടിക്കണല്ലോടെ. റേസ് കണ്ടുപിടിക്കാൻ വാലറന്റിൽ പോണ്ടേ ഇനിയിപ്പോ? ഈ കളി ഇറങ്ങണല്ലോ അത്. ഇല്ല ചിരിക്കട്ടാ. ചിരിക്കട്ടാ. സൂപ്പർ അളിയാ, സൂപ്പർ. നല്ല കോമഡി ആയിരുന്നു കേട്ടോ. നമുക്ക് നല്ല തമാശക്കാരെ എന്നും സമൂഹം പിന്തള്ളിയിട്ടേ ഉള്ളൂ. അവിടെ ഒരു മിനിറ്റ്, ഞാൻ വിൻഡോ ജി ആക്സെപ്റ്റ്. ഇതെന്ത് എക്സ്ബോക്സ് ഒക്കെ കാണിച്ചോണ്ടിരിക്കുന്നത് എനിക്ക്? പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഇത് ചെയ്തല്ലേ മറ്റേ ഫോൺ വിളിച്ചത് വോയിസിലേക്ക് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ തുണ്ടു എല്ലാം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അടുത്തേലും. ജി അടിച്ചു വിളി കേട്ടോ. വിൻഡോ ജി. ഇനി രാവിലെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു ഗോകു. കറക്റ്റ് കണ്ട് പേടിച്ച് നടക്കണത്. എന്താ നീ അപ്പുറത്ത് കണ്ട് പേടിച്ചേ? കറക്റ്റ് വരെയും ചെയ്യും. അത് നോക്കിയത്. ഓ എന്റെ ലൈവിൽ 2000 പേരുണ്ടായിരുന്ന ഈകളെ സൗണ്ട് ഈകളെ കാണിക്കണ നീ. 32,000 പേര് ലൈവ്. ഞാൻ മൈക്കങ്ങ് ഓഫ് ചെയ്യട്ടാ ഈകളെ. അല്ലല്ലല്ല ഞാൻ ഡോൺ ചേട്ടന് 60,000 ആൾക്കാർ ലൈവ് ഉണ്ട്. 2000-ഓളം. ആ അവര് നിന്റെ കോള് കേൾക്കാൻ ഇരിക്കുക അവിടെ ഉണ്ട്. കോളല്ലായിരുന്നല്ലേ മിനി കൂപ്പറല്ലേ? അറിയാതെയാണ് വിളിച്ചത് മനസ്സിലായി. അറിയാതെ വിളിച്ചത് മനസ്സിലായി. അയ്യോ ഞാൻ കണ്ടില്ല, എന്റെ അമ്മ ഞാൻ കണ്ടില്ല. ഏത് വണ്ടി ഇടും? ആൾക്കാർക്ക് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള സാധാരണക്കാരുടെ വാഹനങ്ങളിട്. ഒന്നാതെ കണ്ണാടി ഒന്നും ഇല്ലാതെ വെറുതെ ഓടിച്ചാൽ പോലും നിനക്ക് കണ്ണ് കാണാൻ നീ കൊണ്ടിരിക്കും. അതും വെച്ച് ഷോ ഇറക്കി പൊട്ടക്കണ്ണനെ പോലെ ഇരുന്ന് വണ്ടി ഓടിക്കല്ലേ. ഇന്ത്യ ഓടിയോ ജയിച്ചാ? ആരാ ഈ ഡോൺ ചേട്ടനാ? ഡോൺ ചേട്ടനല്ലടാ, ഡോൺ. ഏ തൊലി എരിഞ്ഞ് നെഗറ്റീവ് പറ. എനിക്ക് ഓർമ്മയില്ല എന്തിനാണ് സംഭവിച്ചത്, അതുകൊണ്ട് പോയില്ലേ. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് റേസ്. സ്റ്റീവ് ഒരു ദിവസം കളിക്കും, പിന്നെ ഒരു മാസത്തേക്ക് കാണത്തില്ല അവനെ. സോയി ജോലിക്ക് പോയി കാണോടാ. ഇന്നലെ രാത്രി അവൻ പറഞ്ഞ ഇന്നോട്ടുണ്ടാവും പറഞ്ഞ. ഇന്ന് ഗ്രൂപ്പ് 2 ദിവസം ഉണ്ടാവൂല്ലോ. സ്ലീവ്ലെസ് ആണ് അണ്ണന്റെ മെയിന്. ഇത് റോഡിൽ കൂടെ പോകുന്ന കാറാ, പറക്കത്തില്ല. ഞാനാണ് ലാസ്റ്റ് ഫസ്റ്റ് അടിച്ചാണ് ചേരാ. നീ നാളെ അടിക്കും അളിയാ. ഡ്രീമർ പോയി. ഇതല്ല ബോട്ടിനെ അടിക്കുന്നു. ഗോക്കു
ഇനിയാണ് കളി. ഒരു പാട്ട്. സീറ്റിങ്ങിന് എന്തിനാ പ്രശ്നമുണ്ടല്ലോ? ഓ ഓ നിങ്ങളൊക്കെ പറഞ്ഞോ? ഈഗിള് കോച്ച് ഞാനും പോയി. പറന്നിച്ച് എവിടെയോ പറന്നു പോയി. കോച്ച് എന്റെ കൺട്രോൾ പോയതാ കോച്ച്, എന്റെ സ്റ്റിയറിംഗ് കയ്യിൽ ആ ചിൽ 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 ഒന്നിടിച്ചതല്ല. ആരാ പ്രശ്നം നോക്കൂ, കണ്ണു നോക്കൂ, വഴി എവിടെ? ഗ്രൈൻഡ് ചെയ്ത് വന്നേക്കുന്നു അവൻ. അയ്യോ ഒരു ഗോക്കു റോഡില് പോടാ. ഗോക്കു സുമായിറ. இப்பதான் ஒருத்த இடிச்ச வெள்ள அடுப்படா, இப்ப அடுத்தது இடிக்கிறான் எருமை. അല്ലെ ഈ റീസെറ്റ് പറ്റുമോ? Thanks, coach. Thanks for the boost. എങ്ങോട്ട് ഇത് വഴി? വഴി എങ്ങോട്ടായിരുന്നു? എക്സ്ട്രാ സൗണ്ട് ഇട്ടോണ്ടിരിക്കുന്നേ. അളിയാ എന്റെ വെറുതെ ലൈവ് പ്ലേ ചെയ്തേക്കുവാ. അളിയാ വെറുതെ അല്ലല്ലേ എന്റെ കോൺസെൻട്രേഷൻ പോയത്. അല്ലേ മുമ്പിന്. എടാ ഞാൻ വീണ്ടും പോയടാ. അതല്ലേ പറഞ്ഞ ഈകളെ നീ. ഇടിച്ചു ഒരു സ്ഥലത്തില്. ഫക്ക്. ഓ ചെക്ക് പോയിന്റ് ஓம்பு கர்மா புடிச்சு சாவு சாவு குடிச்சு சாவு சரியான கர்மா. കോച്ച് നിങ്ങ ഭയങ്കര ടോക്സിക് കേട്ടോ. ഇപ്പൊ ബോട്ട് ബെറ്റർ എന്നാ ഡേ. ഞാനേ ആദ്യം നിന്നതാ, മനസ്സിലായില്ല? ആദ്യം ഉണക്കണ്ടേ അങ്ങ്. നീ എവിടെ കേറി? ആരിടിച്ചെന്നെ? ഫക്ക്. ഇവന്റെ നീ മസ്തിക്ക് എങ്ങും ആദ്യം കേറിയിട്ടില്ല. ബഗ്ഗാണോ? അത് ബഗ്ഗാ, അത് ബഗ്ഗാ. നീ റെഗുലർ റോഡിൽ കിടക്കണ മുറുക്കാനൊക്കെ അളിയാ കഴിയും. ഇടിച്ചളി. പിന്നെ ഇടിക്കാതിരിക്കും. പിന്നെ കാർ റേസിംഗിൽ പിന്നെ ഒരാളെ ഒരു ഒപ്പോണന്റ് ബീറ്റ് ചെയ്ത് എങ്ങനെയാ? പുറത്തു പോയളിയാ. ആ പിന്നെ വണ്ടി കളി ഇടിക്കും. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കളിയാ ടയറ്. ഞാൻ താഴെ പോയി. സൂപ്പർളിയാ. സൗണ്ട് അളിയാ, ഇതെന്തോന്നളിയാ? ആ നീ എവിടെ ചെക്കായില്ലേ? ഞാൻ ഇടിച്ച്. അവിടെ എന്തിടാ? ആലിമോല ആലിമോല ലിദം ദം. ആലിമോല ആലിമോല ലിദം ദം. ഇവരാജ് പതുക്കെ വന്നോ. ഓ, നമ്മൾ കംബാക്ക് വന്ന ഇഷ്ടം. ഇവനെന്താ ഒന്നാമത് കാണിക്കുന്ന ഡ്രീമറിനെ? ഒന്നാമതല്ലേ അളിയാ ഞാൻ. അത് ബഗ്ഗാ. നീ ഒന്നാമതൊന്നും അല്ല. പിന്നെ എനക്കൊന്നും വിശ്വാസമില്ലാത്ത അതിന്റെ മോനെ. വിശ്വാസം ഇല്ല. ഞാൻ ഫൈനൽ വാൻസോട്ട് ഇവിടെ മുട്ടടിയാണ്. നീയാണോ തെറ്റിച്ചാർന്നിരിക്കുന്നത്? ആരും മിസ്റ്റേക്ക് കാണിക്കുന്നില്ലല്ലോ. ഞാൻ 3-4 മിസ്റ്റേക്ക് കാണിച്ച് കോച്ച് അതൊട്ട് ബാക്കി വന്നു. நானும் மிஸ்டேக் காமிச்சு இப்ப பறந்து போய் എന്റെ പേര് പറഞ്ഞോ നിങ്ങളെന്തോ കുരുവിയ? குருவி மட்டும் தான் பறக்க மாட்டான் ப்ரோ. അത് ഇവനായിരുന്നു. എന്നാ നിങ്ങളെന്തോ പരുന്താ? പരുന്ത് ഇവിടെ വരണ്ടല്ലോ.
വന്നിട്ട് പിന്നെ നിങ്ങൾ ആരെന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ പറ അവിടെ പറയുന്ന ഉത്തരത്തിലേക്ക്. വഴി ഒന്ന് മാറി ഡ്രീമർ ഫസ്റ്റ് അടേ അത് ഗെയിമിന് അറിയാം എന്റെ ഒരു സ്കില്ല് വെച്ചിട്ട് റെഗുലൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്ത് 3-ാം സ്ഥാനത്ത് എത്തി. ഞാൻ ഒരാഴ്ച ഞാൻ സേവ് ചെയ്തു അളിയാ നീന്റെ വണ്ടി ഒന്ന് മറിഞ്ഞാ മതിയേ ഞാൻ എന്റെ വണ്ടി 2 വട്ടം 3 വട്ടം മറിഞ്ഞ ഞാനിപ്പോ ബാക്കിലായത്. എന്നിട്ട് നീ അവിടെ 55 നിൽക്കാന്ന് പറഞ്ഞു. എന്റെ വണ്ടി പറഞ്ഞതുപോലെ പറഞ്ഞാലും നീ ഒന്നും റെഗുലർ സെക്കൻഡ് ഡോണ്ടിയുടെ ഫസ്റ്റ് അല്ല നിന്റെ ബാക്കിലുള്ള ആൽബർട്ട് എവിടെയെന്ന് അറിയാവോ? ആൽബർട്ട് നിന്റെ ഫ്രണ്ടില് അതാണ് അവനെവിടെയെന്ന് അറിയാവോ? അവനെ പിടിക്കാനാണ് ചോദിക്കണേ. തള്ളേ കുതിരവട്ടപ്പവൻ മറ്റേ എവിടാ എവിടാ ഏത് റോഡ്? പുതിയ റോഡാ? ഞാൻ ഒരു പുതിയ റോഡ് പിടിച്ച് വന്നോണ്ടിരിക്കുകയാണേ. നീ ആൽബർട്ടിനെ കാണുമെങ്കിൽ ഒന്ന് പിടിച്ചിടിക്കുമെന്ന് വണ്ടി തട്ടുവന്ന് പറയാം ആരോ എന്റെ അടുത്തൊന്ന് എല്ലാരും പോയി ഇപ്പൊ നേരെ കുളത്തിൽ പോയല്ലേ. വെയിറ്റ് ചെയ്തോ. പാട്ട് നിന്റെ താഴെ എനിക്ക് പറ്റില്ല. എന്തായാലും ഒരാളുള്ളത് ഡിസ് അവിടെ ചന്ദ്രന. എന്ത് ഡ്രിഫ്റ്റ് കളിയാത് ഡോൺ ചേട്ടൻ എന്തോ പറ്റി കേട്ടോ. ഡോൺ ചേട്ടൻ എന്തോ പ്രോ ആയി. ഞാൻ ഇക്കടെ 50 ഫിനിഷ് ചെയ്യാൻ അവിടെ വന്നപ്പോഴേ 3-4 ബോട്ടുകൾ നിരന്നിരിക്കുന്നു ഫ്രണ്ടില്. ഇടിച്ചിടിച്ചില്ല. ആ അങ്ങനെ പറയാൻ അവിടെ ഉണ്ടായിരുന്നു. കോച്ച് തേർഡ്. ഓക്കേ അഗരെ ഫസ്റ്റ് റിസൾട്ട് അളിയാ ഡിഎൻഎപ്പാ ചന്ദ്രബോസ് അവിടെ അവിടെ 82 ആയതേ ഉള്ളൂ. രഘുലൊക്കെ പിന്നെ അടുത്തെത്തി. തീട്ടക്കണ്ടി പോയിന്റ് മാത്രം നോക്കിയാൽ പിന്നൊന്നും നോക്കല്ലേ. മാച്ചസ് പ്ലേറ്റ് നോക്കല്ലേ. പോയിന്റ് മാത്രം നോക്കിയാൽ അത് റീസെറ്റ് ചെയ്യാൻ പറ്റൂലടാ. അത്